അടുത്തിടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിൽ കാർക്കീവ് എന്ന മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം കാരണം പടിപടിയായി ഉക്രൈൻ സൈന്യം റഷ്യയുടെ മുൻപിൽ കീഴടങ്ങുന്നു. അവർ യാതൊരു ആക്രമണവും നടത്താതെ പിന്മാറുകയാണ് എന്നുള്ള ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ഒരു വാർത്തയ്ക്കും ഉക്രൈനിൽ നടക്കുന്ന അഴിമതിക്കും ഒരുപാട് ബന്ധമുണ്ടെന്നും ചിലർ പറയുന്നു. കാരണം ആ ഒരു പ്രത്യേക ഭാഗത്ത് ആവശ്യമായ പ്രതിരോധ നിര ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് അവിടെയുള്ള സൈനികർ സറണ്ടർ ആകുന്നത്, അല്ലെങ്കിൽ ആക്രമണം ഒന്നും തന്നെ ചെയ്യാതെ പിന്മാറുന്നത്. ഇങ്ങനെയുള്ളൊരു വാർത്ത. എന്നാൽ ഇതാണോ സത്യം എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാ ഭാഗത്തും റഷ്യ കഠിനമായ ആക്രമണം നടത്തുന്നുണ്ട്. അവ്ഡീവ്ക ഡയറക്ഷൻ, അബ്രോഷ്യ, Su-25 എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് പോലും അവർ ബോംബ് എറിയുന്നുണ്ട്. അത്രയേറെ മോശമായി കഠിനമായി ആക്രമണം നടത്തുന്ന പല സ്ഥലങ്ങളിൽ പോലും അപ്പോഴും ഉക്രൈനിയൻ സൈന്യം നിന്ന് പൊരുതുന്നുണ്ട്. അവർ കീഴടങ്ങിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് കാർക്കീവ് റീജിയണിൽ മാത്രം ഇത്രത്തോളം സൈനികർ കീഴടങ്ങുന്നു? കൂടാതെ ഉക്രൈനിലെ സോൾജിയേഴ്സിന് ക്ഷാമമുണ്ട്. ഫ്രണ്ട് ലൈനിൽ യുദ്ധം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ എന്നത് അവിടെയുള്ള ജനങ്ങളെ നിർബന്ധിപ്പിച്ച് ഫ്രണ്ട് ലൈനിലേക്ക് യുദ്ധം ചെയ്യാൻ അയക്കുന്നുവെന്ന് കഴിഞ്ഞ ഒരു മാസമായി വെസ്റ്റേൺ മീഡിയസിലായാലും റഷ്യൻ ഓറിയന്റഡ് മീഡിയസിലായാലും ന്യൂസ് ഒരുപാട് വന്നു. അതുപോലെ ഇന്നലെ ഉക്രൈൻ ഒരു അറിയിപ്പ് കൊടുത്തു. അവരുടെ തടവുകാരെ, ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജയിലിൽ ജീവിക്കുന്ന ഏകദേശം 15,000 പേരെയോളം ഈ യുദ്ധത്തിൽ അവർ യുദ്ധം ചെയ്യിപ്പിക്കാൻ പോകുന്നു. അതൊരു നിയമമാക്കി മാറ്റി. ഇതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. ആദ്യത്തെ കാര്യം, ഉക്രൈനിൽ കാർക്കീവ് ഫ്രണ്ടിൽ എന്തുകൊണ്ട് സറണ്ടറിങ് കൂടുതൽ നടക്കുന്നു എന്നറിയുന്നതിന് മുൻപ് ഉക്രൈൻ അവരുടെ സൈനികരെ എങ്ങനെ സൈന്യ നിരയിലേക്ക് കൊണ്ടുവരുന്നു, മിലിറ്ററിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാം. നമ്മളിൽ ഒരുപാട് പേർക്കറിയാം, ഒരു കൺട്രി ആപത്തിലായ സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ ജനങ്ങൾ വോളണ്ടിയറായി ആർമിയിൽ ചേരാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ നിങ്ങൾ വന്നേ തീരൂ എന്നുള്ള ഒരു ഓർഡർ കൊടുക്കും. അങ്ങനെ ഒരു ഓർഡറാണ് ഇപ്പോൾ ഉക്രൈൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓർഡർ എന്നത് ഒരു പ്രത്യേക ഏജ് കാറ്റഗറിക്കുള്ളിൽ മാത്രമേ വരികയുള്ളൂ. ആ ഏജ് കാറ്റഗറിക്ക് പുറത്തുള്ളവർ വോളണ്ടിയറായി വന്നാൽ അവർക്ക് ആർമിയിൽ ചേരാം. ആ ഏജ് കാറ്റഗറിയിൽ ഉള്ളവർ വോളണ്ടിയറായി ചേരണമെന്ന കണക്ക് ഉണ്ടെങ്കിൽ കൂടിയും കൂടുതലായി അവരെ വിളിച്ചാൽ അവർ വന്ന് തന്നെ ആകണം. ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്ത് ഈ ഒരു യുദ്ധത്തിനായി കൊണ്ടുപോകുന്നുണ്ട്. തുടക്കത്തിൽ ഇവരിൽ ആ നാടിനെ സംരക്ഷിക്കണമെന്ന ആവേശത്തോടു കൂടി പോയ ഒരുപാട് പേർ ഉണ്ടെങ്കിലും 2 വർഷത്തിൽ കൂടുതലായി യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെയുള്ള ചില ജനങ്ങൾ ഞാൻ ഇനിയും എന്തിന് യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് തന്നെ തള്ളപ്പെട്ടു. എന്നാൽ ഈ ഡ്രാഫ്റ്റിംഗ് എന്ന കാരണം കൊണ്ട് അവരെ വിളിച്ചാൽ വന്ന് തന്നെ ആകണം. ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വരാൻ കഴിയുക? നാട് വിട്ട് പുറത്തേക്ക് പോകാൻ നോക്കിയാൽ അതിന് വഴിയില്ല. ഇനി യുദ്ധം ചെയ്തു തന്നെ ആകണം എന്നവർ വിളിക്കുന്നുണ്ട്. രണ്ടിനും ഇടയിൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഒരു ലൂപ്പ് ഹോളാണ് ഈ ഡ്രാഫ്റ്റിങ്ങിലുള്ള ഒരു ചെറിയ പ്രാക്ടീസ്. എൻലിസ്റ്റ്മെന്റ് ഓഫീസ്, അതായത് ആർമിയിൽ ഞാൻ ചേരണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു ഓഫീസറെ പോയി കാണണം. ആ ഒരു ഓഫീസാണിത്. ഈ ഓഫീസിൽ നിങ്ങളായി പോവുകയാണെങ്കിൽ, വോളണ്ടിയറായി പോവുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അവർ നിങ്ങൾക്ക് നൽകും. ഡ്രാഫ്റ്റിംഗ് വഴി അവർ വിളിക്കുകയാണെങ്കിൽ അവർ എവിടെയാണോ അയക്കുന്നത് അവിടെ പോയി നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് പോയി ചേരുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന റെജിമെന്റിലോ ഡിപ്പാർട്ട്മെന്റിലോ അവർ നിങ്ങളെ അയക്കും. ഇപ്പോൾ ഉക്രൈനിലുള്ള ഒരു പ്രത്യേക പോപ്പുലേഷൻ ഡ്രാഫ്റ്റിംഗ് വരുന്നതിന് മുൻപ് വാണ്ടഡായി പോയി ചേരുകയും ഞാനൊരു സേഫായ സ്ഥലത്തേക്ക് പോയിക്കൊള്ളാം, എന്നെ ഇന്ന സ്ഥലത്തേക്ക് അയക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യും. അവിടെയുള്ള ഉദ്യോഗസ്ഥരും ഇവരുടെ ആവശ്യം പൂർത്തിയാക്കും. ഈ ലൂപ്പ് ഹോൾസ് ഇപ്പോൾ ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തും തോറും അവിടെയുള്ള ചില അധികാരികൾ ചെയ്തത്, എനിക്ക് അധികമായി പണം തരികയാണെങ്കിൽ നിനക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും സേഫായ, യുദ്ധമേ നടക്കാത്ത, പ്രശ്നങ്ങളൊന്നും നടക്കാത്ത ഒരു ഫ്രണ്ടിലേക്ക് അയക്കാം, അവിടെ പോയി നീ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് പണം വാങ്ങുകയും ഒരുപാട് ആളുകളെ ചില സേഫായ പൊസിഷനിലേക്ക് അയക്കാനും തുടങ്ങി. അങ്ങനെ അവർ അയച്ച വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കാർക്കീവ് ഫ്രണ്ട്. ഈ ഒരു ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം 2022 പകുതിയോടുകൂടി അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. ആ ഒരു സമയം മുതൽ ഇപ്പോൾ വരെയും വളരെ സൈലന്റ് ആയിരുന്ന ഒരു ഫ്രണ്ടായിരുന്നു. അവിടെയുള്ള ഏതൊരു സൈനികരും ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്തിട്ടില്ല. എന്നാൽ അതിന് വിപരീതമായി ഉക്രൈന് താഴെയുള്ള അഡ്വീവ്ക, സബ്രോഷ്യ റീജിയൻ, റോബർട്ടി, തുക്മക് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ഉക്രൈനിയൻ സൈന്യർ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ചെയ്ത്. എന്നാൽ കാർക്കീവിൽ എല്ലാവരും ആ ടെന്റിനുള്ളിൽ അങ്ങനെ ഇരിക്കും. അവർക്ക് ആവശ്യമായ ഭക്ഷണം 3 നേരവും വരും. അവർക്ക് ഉള്ള ഒരേ ഒരു ജോലി അവിടെ വെറുതെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ കാർക്കീവ് ഫ്രണ്ടിന്റെ സമാധാനം കാരണം ഒരുപാട് പേർ കാശ് കൊടുത്ത് കാർക്കീവിലേക്ക് പോകാൻ തുടങ്ങി. ഉക്രൈനിൽ നിങ്ങളൊരു സൈനികനായി ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്താൽ മാത്രമേ കാർക്കീവിലേക്ക് പോകാൻ കഴിയൂ. കാശ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിലേക്ക് പോകേണ്ടി വരും. എന്നാൽ പ്രശ്നം ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇവർ ചെയ്ത ഒരു ചെറിയ തെറ്റു കാരണം
ഇപ്പോൾ അവർക്ക് വലിയൊരു പ്രശ്നം തന്നെ, തലവേദന തന്നെ കൊടുത്തു. കാരണം ഖാർക്കീവിലുള്ള ആരും യുദ്ധം ചെയ്യാൻ തയ്യാറേ ആയില്ല. പെട്ടെന്ന് റഷ്യക്കാർ ഖാർക്കീവിൽ ഇങ്ങനൊരു ഒഫൻസ് ലോഞ്ച് ചെയ്താൽ അവിടെയുള്ളവർ തീർച്ചയായും എന്തായിരിക്കും ചെയ്യുക? കാശ് കൊടുത്ത് വന്നവരല്ലേ, അവരെങ്ങനെ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യും? മാത്രമല്ല അവിടെ ഡിഫൻസസുമില്ല. ഈ സമയം അവിടെയുള്ള എല്ലാവരും സറണ്ടർ ആകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ മീഡിയ ഔട്ട്ലെറ്റ്സിലും ട്വിറ്റർ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഖാർക്കീവ് ഫ്രണ്ടിൽ മാത്രം ഒരു പ്രത്യേക അളവിൽ ഒരുപാട് സോൾജിയേഴ്സ് സറണ്ടർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ന്യൂസുകൾ കേൾക്കാം. ഈ സറണ്ടറിങ് എന്നത് വലിയ അളവിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. കാരണം ഈ പ്രത്യേക സറണ്ടറിങ്ങിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നതെല്ലാം റഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ള മീഡിയാസ് ആണ്. അവർ റഷ്യക്ക് മുഴുവനും സപ്പോർട്ടായി സംസാരിക്കും. അവർ പറയുന്നത് അങ്ങനെ നമുക്ക് വിശ്വസിക്കാനുമാകില്ല. പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു ഭാഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അധികമായ സോൾജിയേഴ്സ് സറണ്ടർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി തന്നെ മനസ്സിലാകും. നമ്മൾ ഈ പറഞ്ഞ ഉക്രൈന്റെ ട്രാഫിക് മെത്തേഡ്, ഇതും BBC-യിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ്. BBC കമ്പനി ചെയ്തത് ഉക്രൈനുള്ളിലേക്ക് പോയി അവിടെയുള്ള ഒരു കുട്ടിയോട് സംസാരിച്ചു. അവൻ വോളണ്ടിയറായി ആർമിയിൽ ചേരാൻ പോവുകയാണ് എന്നുള്ളത് അറിഞ്ഞു. നീ എന്തിന് അങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ ഈ ഒരു ഇൻഫർമേഷനാണ് കൊടുത്തത്, അവന്റെ കയ്യിൽ നിന്നും കിട്ടിയ ആ ഒരു സോഴ്സ്. കൂടാതെ ഖാർക്കീവ് ഫ്രണ്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, സോൾജിയേഴ്സ് അവർ തന്നെ എഴുതിയ മെസ്സേജസ് വായിച്ചാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് വന്നത്. ഇതൊരു പക്ഷേ റഷ്യക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഖാർക്കീവ് ഫ്രണ്ടിൽ ഒരു അറ്റാക്ക് നടത്തി നോക്കിയത്. എന്തു തന്നെയായാലും ഖാർക്കീവിന്റെ വളരെ മോശമായ അവസ്ഥയ്ക്ക് കാരണം ഉക്രൈനിലുള്ള വളരെ ആർത്തി പിടിച്ച ചില അധികാരികളാണ്. അഴിമതി എന്നത് എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു തലവേദനയാണ് ഇപ്പോൾ ഉക്രൈനും സംഭവിച്ചിരിക്കുന്നത്. അടുത്ത കാര്യം, ഇസ്രായേലിന്റെ 3 ഹോസ്റ്റേജസ് ഇന്നലെ മൃതദേഹമായി ഗാസയിൽ കണ്ടെത്തി. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഇതിന് നൽകിയ മറുപടി, ഇവർ എല്ലാവരും അന്ന് ഒക്ടോബർ 7-ന് നടന്ന അറ്റാക്കിൽ ആ മ്യൂസിക് കൺസേർട്ടിൽ നിന്ന് ബന്ധികളാക്കി പിടിച്ചവരാണ്. അവരുടെ ശരീരം ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചിട്ടുണ്ട്. ഇതിന് റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവർ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുകയും അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കുകയും ചെയ്യും. ഈ ചെയ്ത എല്ലാത്തിനും ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കും. ഹമാസിനെയും ഹമാസിനെ അനുകൂലിക്കുന്ന എല്ലാവരും ഇതിന് ഉത്തരം നൽകണമെന്ന് ഒരു വലിയ ന്യൂസ് തന്നെ കൊടുത്തു. അടുത്തത്, ഈ ബന്ധികളെ യുദ്ധത്തിനായി ഉപയോഗിക്കുന്നതാണ്. ശരിയായി പറഞ്ഞാൽ ഒരു 15 മുതൽ 16 മാസങ്ങൾക്ക് മുൻപ് റഷ്യ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ബന്ധികളെ, തടവുകാരെ യുദ്ധത്തിനായി ഉപയോഗിക്കുന്നുവെന്ന്. ഉടനെ അമേരിക്കൻ ഓറിയന്റഡ് മീഡിയാസും ഒരുപാട് ഉക്രൈനിലുള്ള മീഡിയാസും ഒരു ആർട്ടിക്കിൾ പുറത്തുവിട്ടു. റഷ്യയുടെ പക്കൽ സോൾജിയേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. റഷ്യയെ സംബന്ധിച്ച് അവർക്ക് യുദ്ധം ചെയ്യാൻ ആരും തന്നെ തയ്യാറല്ല. അതിന്റെ ഫലമായാണ് ഇങ്ങനെ കുറ്റവാളികളെ കൊണ്ടുവന്ന് റഷ്യ യുദ്ധം ചെയ്യിപ്പിക്കാൻ പോകുന്നത്. റഷ്യ തോറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഇത് തന്നെ വലിയ ഉദാഹരണമാണ് എന്നുള്ള ന്യൂസ് പുറത്തുവിട്ടു. എന്നാൽ ഇപ്പോൾ അതേ ഉക്രൈൻ ഇന്നലെ ഒരു നിയമം കൊണ്ടുവന്നു. 15,000 പേരെ വരെയും ഉക്രൈനിലെ ബന്ധികളെ, ജയിലറകളിലുള്ള ഒരുപാട് കുറ്റം ചെയ്ത തടവുകാരെ അവരെ കൊണ്ടുവന്ന് ഫ്രണ്ട് ലൈനിൽ നിർത്താൻ പോകുന്നുവെന്ന് അതൊരു നിയമമാക്കി മാറ്റി. ഉക്രൈനെ സംബന്ധിച്ച് 1,00,000 മുതൽ 1,10,000 പേർ വരെയും ഉക്രൈന്റെ ജയിലറകളിൽ ഇപ്പോഴുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടമായി 15,000 പേരെ പുറത്തേക്ക് കൊണ്ടുവരികയും ഈ ഒരു യുദ്ധക്കളത്തിലേക്ക് അയക്കുകയും ചെയ്യും. ഇവരുടെ ബാറ്റിൽ അനുസരിച്ച് ഈ ഒരു യുദ്ധത്തിൽ അവർ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്, എത്രത്തോളം വിജയിക്കുന്നു എന്നതനുസരിച്ച് അവരുടെ ശിക്ഷ കുറയും, അല്ലെങ്കിൽ മുഴുവനായും അവരെ മോചിപ്പിക്കും. ഒരു 6 മാസം 7 മാസം നിങ്ങൾ ഫ്രണ്ട് ലൈനിൽ യുദ്ധം ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ശിക്ഷ കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മോചിപ്പിക്കാം. ഇങ്ങനെ തടവുകാർക്ക് ഒരു ഓഫർ കൊടുക്കുന്നതായും ഉക്രൈനിൽ നിന്നും ഒരു അറിയിപ്പ് കൊടുത്തു. വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഉക്രൈൻ സൈന്യം ഖാർക്കീവ് റീജിയണിൽ റഷ്യയുടെ മുൻപിൽ കീഴടങ്ങുന്നതിന് ഈ അഴിമതിയാണോ കാരണം, അല്ലെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഉക്രൈൻ വീണ്ടും അവരുടെ തടവുകാരെ യുദ്ധത്തിന്റെ ഫ്രണ്ട് ലൈനിൽ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി ഒരു നിയമം തന്നെ കൊണ്ടുവന്നു. ഇത് അവിടെയുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ തടവുകാർക്ക് എത്രത്തോളം ഗുണകരമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇത് ആപത്തായി മാറും, അതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.